പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ബഹുപദങ്ങളിലെ അവസാനത്തെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇതോടുകൂടി നമ്മുടെ 10ാമത്തെ അധ്യായവും ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിൽ ഇതിനു മുന്നേ പഠിച്ച ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു ബഹുപദത്തിനെ അഥവാ പോളിനോമിയലിനെ ഫാക്ടേഴ്സുകൾ അഥവാ എങ്ങനെയാണ് ഘടകങ്ങളാക്കുക എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അത് നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചു? ഐഡന്റിറ്റീസ് ഉപയോഗിച്ചു. ഒന്നേതായിരുന്നു? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബിയും, രണ്ടാമത്തേത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയും. ഈ രണ്ട് ഐഡന്റിറ്റീസ് അഥവാ സർവസമവാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഘടകങ്ങളാക്കാൻ പഠിച്ചു. ഘടകങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടെത്താൻ പഠിച്ചു? സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടെത്താൻ പഠിച്ചു അല്ലെ. ആ ബഹുപദത്തിന്റെ സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ അഥവാ പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് കാണാൻ നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഒരു ഇക്വേഷന്റെ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷന്റെ അഥവാ ബഹുപദ സമവാക്യത്തിന്റെ, രണ്ടാംകൃതി ബഹുപദ സമവാക്യത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ അറിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം എന്താണ്? അതിന്റെ സൊല്യൂഷൻസ് അറിയുക എന്നതാണ്. ഇതിൽ ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് അഥവാ 3 ഒബ്ജക്റ്റീവുകളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിൽ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഇനി ഈ ബഹുപദത്തിന്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗവും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തിൽ നിന്നാണെന്നറിയോ? ശിഷ്ടം അഥവാ റിമൈൻഡറിൽ നിന്നും. അപ്പൊ നമ്മൾ എന്താണ് ശിഷ്ടം അഥവാ റിമൈൻഡർ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, വേണ്ടേ? അപ്പൊ നോക്കിയോക്കോ, ടീച്ചറുടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് റിമൈൻഡേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് എന്നാണ്. ശിഷ്ടവും ഘടകങ്ങളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണോ അല്ലയോ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കും. ഫാക്ടർ അല്ല എങ്കിൽ ഫാക്ടർ ആകുന്ന പോളിനോമിയൽ എഴുതാനും നമുക്ക് സാധിക്കും. ഇത് മറ്റൊരു രീതിയിലാണ് വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അവസാനം ഞാൻ ആ രീതിയിലേക്ക് എത്തിച്ചു തരാം. കാരണം ആ രീതിയിൽ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ശിഷ്ടം, എന്താണ് ഘടകം അഥവാ എന്താണ് റിമൈൻഡർ, എന്താണ് ഫാക്ടർ. അപ്പോൾ നമുക്കൊരു നമ്പർ വെച്ച് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ എടുത്ത നമ്പർ 12 ആയിരുന്നല്ലോ. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം അല്ലെ. ഇതിനർത്ഥം എന്താ? 4 and 3 are factors of 12, അല്ലെങ്കിൽ 4ഉം 3ഉം 12ന്റെ ഘടകങ്ങളാണ്. എന്താണ് ഈ ഘടകങ്ങളായാലുള്ള പ്രത്യേകത? നമുക്കൊന്ന് നോക്കാം. ഇതിലത്തെ ഒരു ഘടകമായ 4 എടുത്ത് 12നെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അഥവാ ഹരിക്കുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 3 എന്ന് കിട്ടും അല്ലെ. 4 3 12. അവിടെ ബാക്കി വരുന്നുണ്ടോ അഥവാ റിമൈൻഡർ അഥവാ ശിഷ്ടം വരുന്നുണ്ടോ? ഇല്ല. നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ ഇത് എഴുതാൻ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? റിമൈൻഡർ r = 0 അഥവാ ശിഷ്ടം r = 0 എന്ന് എനിക്ക് എഴുതാം. അപ്പൊ മറ്റൊരു കുട്ടി ചോദിക്കുന്നു, അങ്ങനെ 4നെ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാലോ. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ കിട്ടുക? 4. അപ്പോഴും അതെ, റിമൈൻഡർ എന്താണ്? 0 ആണ്. അപ്പൊ എന്താണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്? റിമൈൻഡറും ഫാക്ടറും തമ്മിലുള്ള ബന്ധമില്ലേ? എന്താ ബന്ധം? ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട്, രണ്ടാമത്തെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഥവാ ഹരിക്കുമ്പോൾ ബാക്കി വരുന്നില്ല എങ്കിൽ ആ ഹരണഫലം ആദ്യത്തെ നമ്പറിന്റെ എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘടകങ്ങളെ കൊണ്ട് നമ്പറിനെ ഹരിച്ചാൽ ബാക്കി എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. Therefore 4 and 3 are factors of 12. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഘടകങ്ങളെ പറയാം. When we multiply 4 into 3 we get 12. That means when we divide 12 by 4 the remainder r is equal to 0. Similarly, when we divide 12 by 3, the remainder r is equal to 0. Therefore, 4 and 3 are factors of 12. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 0 ആണ്. അതുകൊണ്ട് 4 12ന്റെ ഘടകമാണ്. 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടവും എന്താണ്? 0 ആണ്. അതുകൊണ്ട് 3 12ന്റെ ഘടകമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഘടകമാണോ അല്ലയോ
എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കാം. ശിഷ്ടമാണ് അഥവാ റിമൈൻഡർ ആണ് എന്തിനെ തീരുമാനിക്കുന്നത്? ഘടകത്തിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇയാൾക്കൊരു പേര് അറിയാം. എന്താണ് ഇതിന്റെ പേര്? കോഷ്യന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് ഈ റിസൾട്ടിന് കിട്ടുന്ന പേര്? കോഷ്യന്റ്. ഇത് ഡിവിഡന്റ്, ഇത് ഡിവൈസർ. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. കിട്ടുന്ന ഹരണഫലം, മലയാളത്തിൽ നമ്മൾ ഇതിനെ ഹരണഫലം എന്നാണ് പറയുക. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം 3 അഥവാ കോഷ്യന്റ് 3. ക്ലിയർ ആയല്ലോ? ബാക്കി വരുന്ന നമ്പറിനെ നമ്മൾ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയും. അപ്പോൾ ഒരു ഘടകത്തിനെ തീരുമാനിക്കുന്നത് ആരല്ല? കോഷ്യന്റ് അല്ല, ഹരണഫലമല്ല. പകരം ആരാണ്? ശിഷ്ടമാണ് അഥവാ റിമൈൻഡർ ആണ്. അപ്പൊ ഫാക്ടേഴ്സും റിമൈൻഡറും തമ്മിൽ ബന്ധമില്ലേ? ഉണ്ട്. എന്താണ് ബന്ധം? റിമൈൻഡർ 0 ആണെങ്കിൽ ഏതുകൊണ്ടാണോ ഹരിക്കുന്നത് അത് ആദ്യത്തേതിന്റെ എന്താണ്? ഘടകമാണ്. അപ്പൊ ഈ സംഖ്യ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 12നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. നമുക്ക് സാധിക്കും. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം 2 5 10. ബാക്കി എത്ര വരുന്നു? 2 വരുന്നു. അപ്പോൾ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. Therefore 5 is not a factor of 12. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ കോഷ്യന്റ് ഏതാണ്? 2 ആണ്. റിമൈൻഡറും എന്താണ്? 2 ആണ്. അപ്പൊ ഫാക്ടർ ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചത് ആരാണ്? ശിഷ്ടമാണ് അഥവാ റിമൈൻഡർ ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 12നെ എങ്ങനെ എഴുതാം എന്ന് നോക്കി നോക്കൂ. 12നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 3 അല്ലേ കിട്ടിയത്? അപ്പൊ 12 സമം എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 4 × 3 + 0 എന്ന് എഴുതിക്കൂടെ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് +0. നിങ്ങൾ അങ്ങനെ ഒന്നും പോണ്ട. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെയാ 12നെ എഴുതുക? 12 ഈക്വൽ ടു പറയൂ 3 × 4 + 0 എന്ന് കിട്ടി. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇവിടെ ഫാക്ടർ ആണോ? അല്ല. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? 12 സമം ഇതല്ലേ 5 അല്ലേ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്? അപ്പൊ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് +2. റിമൈൻഡർ അവിടെ കൂട്ടി കൊടുക്കണം. അപ്പൊ നോക്കി നോക്കോ. 2 10 10 + 2 12. ഇക്വേഷൻ ശരിയായല്ലോ? അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതാനും നമ്മൾ പഠിക്കണം. ഇത് നിങ്ങൾക്ക് ഉറക്കുന്നതിന് വേണ്ടി ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ 2 3 നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഒന്ന് അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും. ക്ലിയർ ആയല്ലോ എല്ലാവരും? ഇനി ഈ ഒരു കാര്യത്തിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? P(x) കൊണ്ടുപോകുന്നു. 12ന്റെ സ്ഥാനത്ത് ഞാൻ എന്തെടുക്കുന്നു? P(x) എടുക്കുന്നു. 12ന്റെ ഘടകങ്ങളായ 4ന്റെയും 3ന്റെയും സ്ഥാനത്ത് ഈ P(x)ന്റെ ഘടകത്തിനെയും നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. ഇവിടെ P(x) ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു പ്രോബ്ലം ആണ്. P(x) is equal to x² minus 20x plus 91 ആണല്ലോ. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയപ്പോ -b + or ഒക്കെ വെച്ചിട്ട് എക്സിന്റെ വില കണ്ടുപിടിച്ചു. എക്സിന് 2 വിലകൾ കിട്ടി, 13 കിട്ടി, 17 കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഘടകങ്ങൾ എഴുതി. ഏതാണ് 13 17 കിട്ടിക്കഴിഞ്ഞാൽ ഏതാ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് വരിക? x - 13ഉം x - 17ഉം കിട്ടും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം പറയൂ? P(x) is equal to പറയൂ x - 13 × x - 17. ക്ലിയർ ആണല്ലോ? അപ്പൊ P(x)ന്റെ ഘടകങ്ങളാണ് x - 13ഉം x - 17ഉം. 12ന്റെ ഘടകങ്ങളാണ് 4ഉം 3ഉം. P(x)ന്റെ ഘടകങ്ങളാണ് x - 13ഉം x - 17ഉം. ഘടകങ്ങളാണെന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? P(x)നെ ഇതിലത്തെ ഒരു ഘടകം കൊണ്ട് അഥവാ ഒരു ഫാക്ടർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ബാക്കി വരുന്ന ഘടകമാണല്ലോ കിട്ടുന്നത്. ശരിയല്ലേ? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ഏതാ കിട്ടിയേ? 3 കിട്ടിയേ. അപ്പൊ അതേപോലെ P(x)നെ x - 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിസൾട്ട് കിട്ടുക? x - 17 കിട്ടും. ഈ റിസൾട്ടിനെ നമ്മള് കോഷ്യന്റ് എന്നാണ് പറയുക.
അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണല്ലോ. ഏത് ഡിഗ്രി പോളിനോമിയലാ? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. പക്ഷെ അത് പി ഓഫ് എക്സ് ആണോ? അല്ല, മറ്റൊരു പോളിനോമിയൽ ആണ്. അതുകൊണ്ട് ടീച്ചർ ഈ കോഷ്യന്റ് എന്നുള്ളത് ആദ്യത്തെ അക്ഷരം ക്യൂ എടുത്തു. ഈ പോളിനോമിയലിനെ ഞാൻ എന്തായിട്ട് എടുത്തു? ക്യൂ ഓഫ് എക്സ് എന്ന പേര് കൊടുത്തു. ഇവിടെ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ഇവിടെ ബൈ എന്നല്ല കേട്ടോ, ഇവിടെ ടീച്ചർ ഏരോ മാർക്ക് ഇട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നോക്കൂ, പി ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 13 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 17 പ്ലസ് 0 എന്ന് കിട്ടി. ആരാണ് 0? റിമൈൻഡർ ആണ്. എന്താ റിമൈൻഡർ 0 ആണെന്ന് പറയാനുള്ള കാരണം എക്സ് മൈനസ് 13 എന്താണ്? ഫാക്ടർ ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 17 വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ, പറഞ്ഞു നോക്കൂ ടീച്ചറുടെ കൂടെ, എക്സ് മൈനസ് 17 ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുക? എക്സ് മൈനസ് 13 എന്ന് നമുക്ക് കോഷ്യന്റിനെ കിട്ടും. കൂടാതെ റിമൈൻഡർ ആർ ഇസ് ഈക്വൽ ടു 0 എന്നും നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ ഈ നമ്പറിനെ എഴുതിയതുപോലെ തന്നെ നമ്മൾ ഇവിടെയും എഴുതി. പിന്നെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? പി ഓഫ് എക്സിന് 12ന്റെ ഘടകം അഥവാ ഫാക്ടർ ആണ് 4 എന്നുള്ളത് കൊണ്ട് 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 12 സമം 4 ഇൻറ്റു 3 പ്ലസ് 0 എന്ന് എഴുതാലോ. അതേപോലെ 12 സമം 3 ഇൻറ്റു 4 പ്ലസ് 0 എന്നും നമുക്ക് എഴുതാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇവിടെ പി ഓഫ് എക്സിനെ ഒന്ന് എഴുതി നോക്കുക. പി ഓഫ് എക്സിനെ എഴുതുന്ന സമയത്ത് ഇത് രണ്ടും എന്താണ്? ഹരണഫലമാണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, പി ഓഫ് എക്സ് സമം അഥവാ ഈക്വൽ ടു ഈ എക്സ് മൈനസ് 13 അങ്ങോട്ട് കൊണ്ടുപോവുക. എക്സ് മൈനസ് 17 ഞാൻ എന്തായിട്ട് എടുക്കുന്നു? ക്യൂ ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എന്താണ് കിട്ടുന്നത്? എക്സ് മൈനസ് 13 ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ആരാ ക്യൂ ഓഫ് എക്സ്? ഹരണഫലം പ്ലസ് ആർ. ആറ് റിമൈൻഡർ. അപ്പൊ റിമൈൻഡർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 13 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 0 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് നമ്മളെ ഡിവിഷനിൽ നമ്മൾ 4ാം ക്ലാസ്സിലാണ് ഡിവിഷൻ ഇങ്ങനെ ഈ രീതിയിൽ പഠിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോളിനോമിയലുകളെയും നമ്മൾ എത്തിച്ചു. അപ്പോൾ ഇത്രയും എക്സാമ്പിളിൽ നിന്ന് അപ്പൊ തിരിച്ച് മറ്റൊരു രീതിയിൽ എഴുതാട്ടോ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 13 പകരം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എക്സ് മൈനസ് 17 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 17 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ. ആർ ഇവിടെ 0 ആണ്. അപ്പൊ പ്ലസ് 0 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിളിൽ നിന്ന് കുറച്ചൊരു പിടുത്തം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതേപോലത്തെ കുറെ കണക്കുകൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കത് ഉറയ്ക്കും ആ ആശയത്തിലേക്ക് എത്തിക്കുക മാത്രമാണ് ആദ്യത്തെ വീഡിയോയില് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കരുത്. അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ നമുക്കിനി ഈ നമ്പറുകളെ ഇവിടെ നിന്ന് പതുക്കെ ഒഴിവാക്കാം. കാരണം നമുക്ക് നമ്പറുകളുമായി ബന്ധപ്പെട്ടത് നമ്മൾ 4ാം ക്ലാസ്സിൽ ഉറച്ചതാണ്. അപ്പൊ ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ആരെയാണ് വേണ്ടത്? പി ഓഫ് എക്സിനെയാണ് വേണ്ടത്. അപ്പൊ നോക്കൂ, ഇവിടെ പി ഓഫ് എക്സിന്റെ ഘടകങ്ങൾ എക്സ് മൈനസ് 13 എക്സ് മൈനസ് 17 ആണല്ലോ. ഇതൊരു ഒന്നാകൃതി ബഹുപദം അഥവാ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലോ. എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ രൂപം എഴുതുക? എക്സ് മൈനസ് എ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എക്സ് പ്ലസ് എയും എന്നും എഴുതാം. എങ്ങനെ വിളിച്ചാലും എഴുതാം. ഇനി അല്ലെങ്കിലോ മറ്റൊരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിൽ എഴുതാം അല്ലേ? ഫ്രാക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എയുടെ ഡിനോമിനേറ്റർ എന്തായിട്ട് വരിക? 1 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തതും എങ്ങനെ എഴുതാം? എ എക്സ് മൈനസ് ബിയും എന്ന് എഴുതാം. ഇതൊക്കെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളാണ്. അപ്പൊ ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് ഈ ഭാഗത്ത് അധികം വേണ്ട. അതുകൊണ്ടൊക്കെ കൂടെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. നമുക്ക് എക്സ് മൈനസ് എയും ഏത് കൊടുക്കാം? എക്സ് പ്ലസ് എയും എടുക്കാം. അതിന് ഉറച്ചതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. അപ്പൊ നോക്കൂ, പി ഓഫ് എക്സിനെ ഇവിടെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? എക്സ് മൈനസ് 13 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് ഏത് നമ്പറും വരാട്ടോ. ഇവിടെ ഏത് വന്നു? 13 വന്നു. ഇവിടെ ഏത് വന്നു? 17 വന്നു. ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം.
അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് എന്തെടുത്തു? എ എടുത്തു. എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ഒരു റിസൾട്ട് കിട്ടും, അഥവാ ഒരു കോഷ്യന്റ് അഥവാ ഹരണഫലം കിട്ടും. കൂടാതെ ആരും ഉണ്ടാകും, ആറും ഉണ്ടാകും. ആറ് ശിഷ്ടം അഥവാ റിമൈൻഡർ. അപ്പൊ നമ്മൾ പഠിച്ചു ഈ റിമൈൻഡറിന്റെ വില 0 ആണെങ്കിൽ അല്ലെ, അപ്പൊ ഈ റിമൈൻഡർ ആണ് ഇവിടുത്തെ സ്ക്രൂ ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത ഉള്ള ആള് റിമൈൻഡർ ആണ്. ഈ റിമൈൻഡർ ആണ് തീരുമാനിക്കുന്നത് എക്സ് മൈനസ് എ ഇതിന്റെ എന്താണോ എന്ന്, ഫാക്ടർ ആണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ എങ്ങനെ എഴുതാം നോക്കിക്കോളൂ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എഴുതിയില്ലേ, പി ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 17 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 13 പ്ലസ് 0 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതിയല്ലോ, എക്സ് മൈനസ് 13. അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ എന്ന് കിട്ടും. മറന്നുപോയവര് 12/5 സമം നമുക്കറിയാം 2, റിമൈൻഡർ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 12നെ എങ്ങനെ എഴുതാം? 12 ഈക്വൽ ടു 5 ഇൻറ്റു 2 പ്ലസ് 2 എന്ന് എഴുതും. ശരിയല്ലേ? അതേപോലെയാണ് ടീച്ചർ ഇവിടെ എഴുതിയത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞതിലത്തെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എ കൊടുത്തു നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എ കൊടുത്താൽ ഈ ഇക്വേഷൻ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഇതൊരു ഇക്വേഷൻ ആണല്ലോ, ബാലൻസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് വരുന്ന സ്ഥലത്ത് എ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പി ഓഫ് എ ഈക്വൽ ടു, എന്താണ് എ കൊടുക്കാനുള്ള കാരണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കൊന്ന് കൊടുത്തു നോക്കുക എന്താണ് സംഭവിക്കാൻ. എ കൊടുക്കുമ്പോൾ എ മൈനസ് എ, കണ്ടോ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എ കൊടുത്തു, ഇൻറ്റു ക്യൂ ഓഫ് എ പ്ലസ് ആർ. ആറിൽ എ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ആറിൽ എന്തില്ല? എക്സ് ഇല്ല. ഇവിടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കൂ. പി ഓഫ് എ ഇസ് ഈക്വൽ ടു, ഈ ടേം മൊത്തം 0 ഈ 0 കൊണ്ട് ക്യൂ ഓഫ് എയെ മൾട്ടിപ്ലൈ ചെയ്താൽ അഥവാ ഗുണിച്ചാൽ ഈ ടേം മൊത്തം എന്തായിപ്പോയി? 0 ആയിപ്പോയി. മൾട്ടിപ്ലിക്കേഷനിൽ കില്ലറാണ് ആര്? 0. അഥവാ ഗുണനത്തിൽ അന്തകനാണ്. ഏത് നമ്പറിനെ ഗുണിച്ചാലും 0 ഇടിച്ച നിരപ്പാക്കും. അപ്പൊ ഈ ടേം മൊത്തം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ബാക്കി വരുന്നത് ആരാ? 6ആണ്. എന്താ നമുക്കിപ്പോ കിട്ടിയത്? പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് ക്യൂ ഓഫ് എക്സും ശിഷ്ടം 6ഉമാണെങ്കിൽ പി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ഇനി ഹരണഫലം നമുക്ക് പ്രാധാന്യമില്ലാന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇനി ഹരണഫലം നമ്മൾ കണ്ടുപിടിക്കണ്ട. നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ശിഷ്ടം മാത്രം അറിഞ്ഞാൽ മതി, അഥവാ റിമൈൻഡർ മാത്രം അറിഞ്ഞാൽ മതി. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? റിമൈൻഡർ ആണ് ആരെ തീരുമാനിക്കുന്നത്? ഫാക്ടറിനെ തീരുമാനിക്കുന്നത്, കോഷ്യന്റ് അല്ല. അപ്പൊ നമ്മളൊരു വിദ്യ കണ്ടുപിടിക്കുകയാണ്. എന്ത്? കോഷ്യന്റ് ഇല്ല, കോഷ്യന്റ് നമുക്ക് വേണ്ട, നമുക്ക് ഡിവിഷൻ അറിയില്ല, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണ്ട. ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിമൈൻഡർ നേരിട്ട് കണ്ടുപിടിക്കാം. അതിനുള്ള വഴിയാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ എന്താണ് റിമൈൻഡർ? ഈ തന്ന പി ഓഫ് എക്സില് എവിടെയെല്ലാം എക്സ് ഉണ്ടോ അവിടെയെല്ലാം എന്ത് കൊടുക്കുക? എ കൊടുത്താൽ നിങ്ങൾക്കൊരു പോളിനോമിയലിന്റെ ഒരു വില കിട്ടുമല്ലോ, അതായിരിക്കും അതിന്റെ ശിഷ്ടം വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ശിഷ്ടം നിങ്ങൾ പി ഓഫ് എ കണ്ടുപിടിച്ചു, ഈ ശിഷ്ടം 0 കിട്ടിയത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് മൈനസ് എ പി ഓഫ് എക്സിന്റെ എന്താണ്? ഘടകമാണ്, അഥവാ ഫാക്ടർ ആണ്. ഇഫ് ആർ നോട്ട് ഈക്വൽ ടു 0, if r not equal to 0, then x minus a is not a factor of p of x. x minus a എന്തല്ല? ഫാക്ടർ അല്ല. അപ്പൊ ആരാണ് തീരുമാനിക്കുന്നത്? റിമൈൻഡർ. റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി കൂടിയാണ് നമ്മളിപ്പോ പോണത്. ഇവിടെ ഞാൻ റിമൈൻഡർ എങ്ങനെയാ കണ്ടുപിടിച്ചേ? എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എ കൊടുത്തു. ഇനി ടീച്ചർ ഒരു എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ടീച്ചർ ഇവിടെ എ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ എക്സ് മൈനസ് എ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തത്. നമുക്ക് എന്ത് നോക്കാം? എക്സ് പ്ലസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ. പറയൂ, നമുക്ക് എന്തൊക്കെ കിട്ടും?
ക്യൂ ഓഫ് എക്സും കിട്ടും, ഒരു റിമൈൻഡർ ആറും കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് മാത്രം കിട്ടണം? റിമൈൻഡർ മാത്രം കിട്ടണം, വേണ്ടേ? അപ്പൊ റിമൈൻഡർ മാത്രം കിട്ടണമെങ്കിൽ ഈ വാല്യൂ മൊത്തം എന്തായി പോണം? 0 ആയി പോണം. ഈ വാല്യൂ മൊത്തം 0 ആകണമെങ്കിൽ എക്സിന് ഏത് വില കൊടുക്കണം? നിങ്ങളൊന്ന് പറ. ഇവിടുത്തെ പോസിറ്റീവ് എയും ഇവിടുത്തെ കൊടുക്കുന്ന വാല്യൂ തമ്മിൽ എന്തായി പോണം? 0 ആയി പോണം. അപ്പൊ എക്സിന് നിങ്ങൾ ഏത് വിലയാ കൊടുക്കുക? പറഞ്ഞു, ആരാ പറഞ്ഞെന്താ? നെഗറ്റീവ് എ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എ കൊടുത്താൽ അപ്പൊ എന്താ കിട്ടുക? പി ഓഫ് നെഗറ്റീവ് എ ഈക്വൽ ടു ഈ ടേം മൊത്തം എന്തായി പോകും? 0 ആയി പോകും, പ്ലസ് ആർ എന്ന് കിട്ടും. അപ്പൊ എന്താ ആറ് കിട്ടിയത്? ആർ ഇസ് ഈക്വൽ ടു പി ഓഫ് മൈനസ് എ. ഇതിന്റെ വില 0 ആണെങ്കിൽ ഈ ആറിന്റെ വില പി ഓഫ് മൈനസ് എ നിങ്ങൾ കണ്ടുപിടിച്ചു. അത് 0 ആണെങ്കിൽ എക്സ് പ്ലസ് എ പി ഓഫ് എക്സിന്റെ എന്താണ്? ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. ഇഫ് ആർ നോട്ട് ഈക്വൽ ടു 0 അഥവാ ആറിന്റെ വില 0 തുല്യമല്ലെങ്കിൽ എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് എന്ന ബഹുപദത്തിന്റെ ഘടകം അല്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. മനസ്സിലാക്കേണ്ടത്, ഘടകത്തിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ശിഷ്ടം അഥവാ റിമൈൻഡർ. ഇനി എങ്ങനെയാണ് നമുക്ക് ശിഷ്ടം അഥവാ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം? ആ തന്ന പോളിനോമിയൽ അഥവാ തന്ന ബഹുപദത്തിൽ നമ്മളൊരു എക്സിന്റെ സ്ഥാനത്ത് ഒരു നിശ്ചിത വില കൊടുത്താൽ മതി. ഇനി അടുത്ത ചിന്ത, എങ്ങനെയാണ് ആ വില കണ്ടുപിടിക്കുക? നോക്കൂ, എക്സ് മൈനസ് എ ഫാക്ടർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ എക്സിന് കൊടുത്ത വില ഏതാണ്? പറയൂ. പോസിറ്റീവ് എ അല്ലെ? എക്സ് പ്ലസ് എ ഫാക്ടർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഏത് വിലയാണ് കൊടുത്തത്? മൈനസ് എ കൊടുത്തു. ഇപ്പൊ ഏകദേശം ട്രിക്ക് മനസ്സിലായില്ലേ? ഈ ടേം മൊത്തം 0 ആവുകയാ വേണ്ടത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് എ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വില പോസിറ്റീവ് എ. ഇവിടെ പോസിറ്റീവ് എ ആണെങ്കിലോ നമ്മൾ കൊടുക്കേണ്ട വില നെഗറ്റീവ് എ. ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ വന്നാലോ? എ എക്സ് പ്ലസ് ബിയും എ എക്സ് മൈനസ് ബിയും നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പി ഓഫ് എക്സിന് എന്ത് വിലയാ കൊടുക്കുക? നമുക്ക് നോക്കാം. ഇവിടെ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ബൈ 1 അല്ലേ? പി ഓഫ് മൈനസ് എ എന്ന് പറഞ്ഞാലും മൈനസ് എ ബൈ 1 അല്ലേ? അപ്പൊ നോക്കൂ, ഈ 1 എന്ന് പറയുന്നത് ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലേ? അപ്പൊ നമ്മളിവിടെ ഏത് വിലയാ ചെക്ക് ചെയ്യുക? ടെക്സ്റ്റിലില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പറ്റുന്നവര് പഠിച്ചാൽ മതി. പി ഓഫ് ഇവിടെ പ്ലസ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ടേം മൊത്തം 0 ആയി പോകണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വില മൈനസ്. ഈ ബി അതേപോലെ എഴുതുക. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള എ അടിയിൽ കൊടുക്കുക. അപ്പോ തന്ന പോളിനോമിയലിൽ അഥവാ തന്ന ബഹുപദത്തിൽ പി ഓഫ് മൈനസ് ബി ബൈ എ കണ്ടുപിടിക്കുക. അത് 0 ആണെങ്കിൽ അതായിരിക്കും റിമൈൻഡർ. അത് 0 ആണെങ്കിൽ എ എക്സ് പ്ലസ് ബി വിൽ ബി എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ എ എക്സ് മൈനസ് ബി ഒരു ഫാക്ടർ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? പറയൂ. തന്ന പോളിനോമിയലിൽ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്താ? പോസിറ്റീവ് ബി ബൈ എ കണ്ടുപിടിക്കുക. അതിന്റെ വില 0 ആണെങ്കിൽ എന്താണ്? ഫാക്ടർ ആണ്. ആര്? എ എക്സ് മൈനസ് ബി. അല്ലെങ്കിലോ അത് ഫാക്ടർ അല്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. റിമൈൻഡർ ആണ് ഫാക്ടറിനെ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. റിമൈൻഡറിന്റെ വില 0 ആണെങ്കിൽ എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും എന്ന് മനസ്സിലായി. ഇനി റിമൈൻഡറിന്റെ വില 0 അല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നോക്കിയോക്കൂ, നമുക്കൊന്ന് നോക്കാം. പി ഓഫ് എക്സ് ഇതിൽ ആദ്യത്തെ ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബാക്കി നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും. പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് മനസ്സിലായി? പി ഓഫ് എ ആണെന്ന് മനസ്സിലായി അല്ലെ? കോഷ്യന്റ് ഇനി വേണ്ട. നമുക്ക് എന്ത് മാത്രം മതി? ശിഷ്ടം അഥവാ റിമൈൻഡർ മാത്രം മതി. അപ്പൊ നിങ്ങൾ റിമൈൻഡർ പി ഓഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിമൈൻഡർ കണ്ടുപിടിക്കാൻ പി ഓഫ് എക്സിൽ എന്ത് കൊടുക്കണം? എ കൊടുക്കണം.
അപ്പൊ നോക്കൂ, ഈ പി ഓഫ് എക്സിൽ നിന്ന് പി ഓഫ് എക്സില് എക്സിന് എ എന്ന് വില കൊടുത്തപ്പോൾ റിമൈൻഡർ നിങ്ങൾക്ക് 2 കിട്ടി എന്ന് വിചാരിക്കാം. റിമൈൻഡർ 0 കിട്ടിയില്ല, പകരം എന്ത് കിട്ടി? 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് എ ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഈ പി ഓഫ് എക്സിന്റെ ഒരു ഘടകം ആരല്ല? എക്സ് മൈനസ് എ അല്ല. അതിന്റെ അർത്ഥം ഇവിടെ അധികം വരുന്നത് 2 അല്ലേ? ഈ 2 കളഞ്ഞാലോ പി ഓഫ് എക്സ് എന്ന്? അപ്പൊ ബഹുപദം അഥവാ പോളിനോമിയല് മാറുമല്ലോ. പി ഓഫ് എക്സിന്റെ വില ഇതാണെന്ന് വിചാരിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 20 പ്ലസ് എക്സ് പ്ലസ് 91 ആണെന്ന് വിചാരിക്കാം. അതിനെയാണ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ 2 കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇത് ബാക്കി വരുന്നതല്ലേ. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 5 10 കിട്ടി, റിമൈൻഡർ 2 കിട്ടി. ഈ 12 ഇതല്ലേ റിമൈൻഡർ വന്നത്. ഈ റിമൈൻഡർ ആയ 2 ഈ 12ൽ നിന്ന് കളഞ്ഞു നോക്കൂ, അഥവാ കുറച്ച് നോക്കൂ. 12 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആയി. അപ്പൊ 10 5ന്റെ ഫാക്ടർ അല്ലേ? സോറി, 10ന്റെ ഫാക്ടർ അല്ലേ 5? 12ന്റെ ഫാക്ടർ അല്ല 5. പക്ഷെ എത്രയാണോ റിമൈൻഡർ വന്നത് ആ റിമൈൻഡർ കുറച്ച നമ്പറിന്റെ ഫാക്ടർ ആണ് ഇത് 5. റിമൈൻഡർ കുറച്ച ഫാക്ടർ 10 തന്നെയാണ്, സോറി 12 തന്നെയാണോ? അല്ല, 10 ആണ്. അപ്പൊ നമ്പർ മാറും. അതേപോലെ പി ഓഫ് എക്സിന്റെ ഫാക്ടർ അല്ല ആര്? എക്സ് മൈനസ് എ. കാരണം എന്താ? റിമൈൻഡർ 2 കിട്ടി, ബാക്കി 2 വരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ആ ബാക്കി വരുന്ന 2നെ നമുക്ക് കളയണം. വേണ്ടേ? എന്താ കളയാന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം? പി ഓഫ് എക്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ പി ഓഫ് എക്സിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു ബഹുപദം അഥവാ മറ്റൊരു പോളിനോമിയലാണ് കിട്ടുക. അതിനെ നമ്മള് ആർ ഓഫ് എക്സ് എന്ന പേര് കൊടുക്കുന്നു. പോളിനോമിയലിന്റെ പേര് കൊടുക്കാൻ നമ്മൾ പഠിച്ചതാണ്. ആർ ഓഫ് എക്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ആർ ഓഫ് എക്സിനെ ഈ എക്സ് മൈനസ് എ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ഉറപ്പാണ് റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുക? 0 ആയിരിക്കും കിട്ടുക. ഒറ്റ ഉദാഹരണം ആലോചിച്ചാൽ മതി. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 2 ആണ്. അതുകൊണ്ട് 12ന്റെ ഫാക്ടർ അല്ല 5. അതേസമയം 12ൽ നിന്ന് ആ ബാക്കി വരുന്ന നമ്പർ കളഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഏതാണ്? 10. അപ്പോൾ 10ന്റെ ഫാക്ടർ ആണ് ഇത് 5. അതേ ആശയം ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കൂ. പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 2 ആണ്. അതുകൊണ്ട് എക്സ് മൈനസ് എ പി ഓഫ് എക്സിന്റെ എന്തല്ല? ഫാക്ടർ അല്ല. അതുകൊണ്ട് പി ഓഫ് എക്സിൽ നിന്ന് ആ അധികം വരുന്ന 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളയുന്നു. കളയാന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കലി എന്താ ചെയ്യാ? കുറയ്ക്കുക അഥവാ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പാണ് പി ഓഫ് എക്സ് അല്ല കിട്ടുക, ബഹുപദം മാറും. അതുകൊണ്ട് ആ പി ഓഫ് എക്സ് ബഹുപദത്തിനെ ആർ ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ഈ രണ്ടാമത് കിട്ടുന്ന ബഹുപദത്തിന്റെ ഘടകമായിരിക്കും ഏത്? എക്സ് മൈനസ് എ. ക്ലിയർ ആയല്ലോ? ഇവിടെ ഇതാണ് നിങ്ങളെ വിക്ടേഴ്സ് ചാനൽ നിങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഇതിന്റെ ജനറൽ ഫോം ആണ് നിങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എ. നോക്കൂ, ഇവിടെ റിമൈൻഡർ എന്താ കിട്ടുക? റിമൈൻഡർ പി ഓഫ് എ അല്ലേ? ആ പി ഓഫ് എ ആയ 2 അല്ലേ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ 2ന് പകരം ഒരു ജനറൽ ആയിട്ട് എഴുതി എന്ത്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എയുടെ ഫാക്ടർ ആയിരിക്കും ആര്? എക്സ് മൈനസ് എ എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കണ്ട. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓർത്ത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിച്ചാൽ നിങ്ങൾക്കിത് ഉറയ്ക്കും. അപ്പൊ 3 ആശയങ്ങൾ മാത്രമാണ് ഈ ചെറിയ പാഠത്തിലുള്ളത്. ആദ്യത്തത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. എങ്ങനെ വേണിച്ചാലും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഫാക്ടേഴ്സിൽ നിന്ന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത് നമ്മൾ പഠിച്ചത് സൊല്യൂഷൻസിൽ നിന്ന് അഥവാ പരിഹാരങ്ങളിൽ നിന്ന് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് കണ്ടെത്തുക. മൂന്നാമത് നമ്മൾ പഠിച്ചത് ഈ ഫാക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് ആരാണ്? റിമൈൻഡർ ആണ് അഥവാ ശിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഹരണഫലം അഥവാ കോഷ്യന്റ് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും നമുക്ക് റിമൈൻഡർ കണ്ടെത്തി കഴിഞ്ഞാൽ ഫാക്ടർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ പഠിച്ചത്. ഈ ഒരൊറ്റ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആർ ഈസ് ഈക്വൽ ടു
പി ഓഫ് എ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാവുന്നതാണ്. ഇതുകൂടി നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ബഹുപദത്തിലുണ്ട്. കാരണം ബഹുപദം ഒട്ടും ഒഴിവാക്കിയിട്ടില്ല. 3 പോയിന്റ് നിങ്ങളത് പഠിച്ചെടുത്ത് തന്നെ പറ്റുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വളരെ എളുപ്പത്തിൽ 2-3 മാർക്കായിരിക്കും. അത് എളുപ്പത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ചോയ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. കാണുമ്പോൾ പേടിയാവുന്നതിൽ പക്ഷെ ചെയ്തു വരുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ഫാക്ടർ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. ഫാക്ടർ അല്ല എങ്കിൽ ഏത് ബഹുപദത്തിന്റെ ഫാക്ടർ ആകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ചോദ്യങ്ങളുമായി ടീച്ചർ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.